അപസ്മാരം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ പാനിക് ആവാതിരിക്കുക, നമ്മൾ അധികം സ്ട്രെസ് ആവാതെ പേഷ്യൻറ്റിനെ ആ ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ മാറ്റുകയും, ഇപ്പോൾ ഒരു ടൈറ്റ് ഡ്രസ്സിങ് അല്ലെങ്കിൽ ടൈറ്റ് വെയറിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിലീസ് ചെയ്യുക, കുറച്ചൊന്ന് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുകയും, ഒരു ഷാർപ്പ് ഓബ്ജക്ട്സ് അല്ലെങ്കിൽ കണ്ണാടി പോലത്തെ ഓബ്ജക്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യുക, കുറച്ചൊന്ന് റിലാക്സ് ചെയ്യിപ്പിച്ച് കിടത്തുകയും ഒരു ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ പേഷ്യൻറ്റിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. കാരണം ഇങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ പേഷ്യൻറ്റിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഒരുപാട് സെക്രീഷൻസ് ഉണ്ടാവും ആ സമയത്ത്. സീഷേഴ്സ് വരുമ്പോൾ ഒരുപാട് സെക്രീഷൻസ്, സലൈവ ഒക്കെ ഒരുപാട് വായിന്ന് വരും. സോ നമ്മളൊരു പൊസിഷനിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് അതൊരു പൂൾ ചെയ്യാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. കോൾ ഫോർ ഹെൽപ്പ്. ഇപ്പം നമുക്ക് എപ്പോഴാണ് ഹെൽപ്പിന് നമ്മൾ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സീഷർ 5 മിനിറ്റിൽ കൂടുതൽ പ്രൊളാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ന്യൂറോളജി ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്.